ഇപ്പോൾ വ്യോമഗതാഗതം താറുമാറായി എന്നുള്ളൊരവസ്ഥയുണ്ട്. പല വിമാനങ്ങളും ഗൾഫിലേക്കുള്ള വിമാനങ്ങളും റദ്ദ് ചെയ്തു എന്ന വാർത്ത വിവിധ എയർപോർട്ടുകളിൽ നിന്ന് വരികയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള 3 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കി. കണ്ണൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള 12 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. സർവീസ് തടസ്സം നേരിടാൻ സാധ്യതയുള്ള വിമാനങ്ങളുടെ പട്ടിക കൊച്ചിയിലെ എയർപോർട്ട് അതോറിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ പലരും വലഞ്ഞുപോയി എന്നുള്ള വാർത്തകളും വിവിധ എയർപോർട്ടുകളിൽ നിന്ന് വരികയാണ്. ഇവിടെ അറിയണത് ടിക്കറ്റ് ക്യാൻസൽ, അത് അവർ ഒരു മെസ്സേജ് അയച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു മെസ്സേജ് പോലും ഇല്ല, ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ വെളിയിലേക്ക് ഷെഡ്യൂൾ അവർ പറയണത് ഒരാഴ്ചക്കകം, ഇനി ഉറപ്പൊന്നുമില്ല. മറ്റ് ഫ്ലൈറ്റുകളൊന്നും വലിയ കുഴപ്പമില്ല. ഒമാനേറുണ്ട് അതേ സമയത്ത്. நான் கத்தார் போயிட்டு அங்கேருந்து ஜெர்மனி போகணும். ஆனால் அங்கே உள்ளே இருக்கும்போது ஒரு 6 மணிக்கெலாம் கேன்சல் அப்படின்னு சொல்லி வெளியே எல்லாரையும் போக சொல்லிட்டாங்க വീട്ടിക്ക്. ഇതെന്നാന്നല്ല കൃത്യമായിട്ട് പറയുന്നില്ല, ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറയുന്നത് അത്രമാത്രം. ഇപ്പം രണ്ടാമത് വീണ്ടും പൊന്നി കഴിച്ച് അന്നേരം പറയുന്നത് അത് തന്നെ, ഇന്ന് രാത്രി വരെയുള്ള ക്യാൻസലാണെന്ന് പറയുന്നത്. എനിക്ക് മസ്കത്തിലേക്ക് അബുദാബിയിലേക്ക് ഇവിടെ എത്തിയാൽ അറിയുന്നത് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നില്ല എന്നുള്ള കാര്യം. അതുവരെ ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വന്നിട്ട് കക്കടുന്ന് വരുന്ന കുറ്റ്യാടി കക്കടുന്ന് വരുന്ന ഒരുപാട് വണ്ടിക്കെല്ലാം ഒരുപാട് പൈസ, 2500 റുപ്യാണ്. നല്ല നഷ്ടം തന്നെയല്ലേ. അബുദാബി 28 എടുത്ത ടിക്കറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു റീസൺ കാരണം ഇന്നത്തേക്ക് മാറ്റിയത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറയണത് ക്യാൻസൽ ചെയ്തത്. വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് MG പ്രതീഷ്, അതുപോലെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അമൽ സുരേന്ദ്രൻ, കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സമീർ സി മുഹമ്മദ്, കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, അതുപോലെ ഡൽഹിയിൽ നിന്ന് R അച്യുതനും നമുക്കൊപ്പം ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്ക് MG പ്രതീഷ്, ഏതൊക്കെ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്? യാത്രക്കാർ ഇത് അറിയാതെ എയർപോർട്ടിലെത്തിയിരുന്നു, ആളുകൾ വലഞ്ഞുപോയോ? എന്താണ് വിവരം? SKN നേരത്തെ വ്യോമാതിർത്തി അടച്ചതോടുകൂടി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെയും ഒപ്പം ഖത്തർ എയർവേസിന്റെയും വിമാനങ്ങളാണ് പ്രധാനമായും തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയിരുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനമായിരുന്നു. ഇതിനു പുറമെ തിരുവനന്തപുരം ഷാർജ എയർ ഇന്ത്യ, തിരുവനന്തപുരം ദോഹ എയർ ഇന്ത്യ ഫ്ലൈറ്റുകളാണ് ഈ എയർ ഇന്ത്യ വിമാനങ്ങളായി ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ ദോഹ, കുവൈറ്റ്, ഒപ്പം ഇൻഡിഗോ, ഷാർജ വിമാന സർവീസുകളും റദ്ദാക്കിയതായി തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. നിരവധി യാത്രക്കാർ ഈ വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് ഈ വിമാന സർവീസ് റദ്ദാക്കിയ കാര്യം അറിയുന്നത്. മെയിൽ വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ മറ്റ് അറിയിപ്പുകളൊന്നും തന്നെ യാത്രക്കാർക്ക് നൽകിയിരുന്നില്ല എന്നതാണ് യാത്രക്കാർ പ്രധാനമായും പരാതികളായി പറയുന്നത്. ഒപ്പം അടുത്ത സർവീസ് എപ്പോൾ തുടങ്ങും അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും കൃത്യമായൊരു വ്യക്തത അതോറിറ്റി പറയുന്നില്ല. ഈ മാത്രമല്ല, യുദ്ധ സാഹചര്യത്തിൽ ഈ റീഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ആശയവിനിമയം എയർപോർട്ട് അധികാരികൾ ഈ യാത്രക്കാരോട് നടത്തുന്നില്ല. നിരവധി പേരാണ് ഇവിടെ നേരത്തെ രാവിലെയോടുകൂടി ഈ യാത്ര പുറപ്പെടാൻ എത്തുകയും പിന്നീട് വിമാനം റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ചില അടിയന്തര സാഹചര്യങ്ങളിൽ ദോഹയിലേക്ക് ഉൾപ്പെടെ പോകേണ്ട യാത്രക്കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയ കാര്യം എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിരുന്നത്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ കൂടുതൽ സജ്ജമാക്കുമെന്നതാണ് നിലവിൽ ഈ അധികാരികൾ അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ വ്യോമാതിർത്തി തുറന്ന സാഹചര്യത്തിൽ ഈ വൈകാതെ തന്നെ വിമാന സർവീസുകളൊക്കെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നൊരു വിശദീകരണമാണ് ഈ അധികാരികളും നൽകുന്നത്. ഓക്കെ, MG പ്രതീഷാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഉഷാകുമാരി ചോദിക്കുന്നു, ബെഹറിലെ സ്ഥിതി എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഗൾഫിലെ നാട് ബെഹർ ഉൾപ്പെടെ ഒരു രാജ്യത്തും ആശങ്ക നിലനിൽക്കുന്നില്ല. എന്നാൽ ഖത്തറിൽ മാത്രം നമ്മുടെ പ്രവാസികൾക്കൊക്കെ ചെറിയ ആശങ്കയുണ്ട്. അവിടെ ബെഹറിലൊക്കെ എല്ലാവരും സേഫാണ്. ഉഷാകുമാരിയുടെ മകൾ അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് ഉഷാകുമാരി പറയുന്നത്. വളരെ ആശങ്കയൊന്നുമില്ലാതെ സമാധാനത്തോടെ ഇരിക്കുക. ഇനി കണ്ണൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 12 വിമാനങ്ങൾ റദ്ദ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ പൂപ്പറമ്പ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ചേരുകയാണ്. അരുൺ, വിവരങ്ങൾ എന്താണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന്?
വിമാനത്താവളത്തിൽ നിന്നുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 12 സർവീസുകൾ അങ്ങോട്ടും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളും തിരിച്ചു കണ്ണൂരിലേക്കുമുള്ള 12 സർവീസുകളാണ് ഇതിനകം റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 8 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളും അതോടൊപ്പം തന്നെ 4 ഇൻഡിഗോ സർവീസുകളുമാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. അബുദാബി, മസ്കറ്റ്, ദോഹ, ഷാർജ, ദുബായ്, റാസൽ ഗൈമ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. പല സർവീസുകളും റദ്ദാക്കിയതോടെ ഈ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് ആ യാത്രക്കാർക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ ലഭിച്ചത്. പ്രധാനമായും ഇന്ന് രാവിലെ പുറപ്പെടേണ്ട അബുദാബി സർവീസിന് ആയി എത്തിയിട്ടുള്ള യാത്രക്കാരൊക്കെ ഇവിടെ എത്തിയതിനു ശേഷമാണ് ആ വിവരം അറിഞ്ഞത്. അതിൽ എന്തെങ്കിലും തരത്തിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സന്ദേശം ഇത് ക്യാൻസൽ ചെയ്തു എന്ന സന്ദേശം യാത്രക്കാർക്ക് ലഭിച്ചില്ല എന്ന വിവരം അവർ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഇൻഡിഗോ അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാന കമ്പനികളുടെ ഓഫീസിന് മുന്നിലാണ് യാത്രക്കാർ ഇപ്പോൾ അവരുടെ ഈ കാര്യങ്ങൾ ഇത് ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിരവധി യാത്രക്കാർ, പ്രധാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ 10 മണിക്ക് പുറപ്പെടേണ്ട അബുദാബി സർവീസിനായി എത്തിയിട്ടുള്ള നിരവധി യാത്രക്കാരുണ്ട്. അവരൊക്കെ കോഴിക്കോട്, കണ്ണൂരിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് എത്തിയ യാത്രക്കാരുണ്ട്. അവർ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ സർവീസ് ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇത് റീഷെഡ്യൂൾ ചെയ്യുമോ അല്ലെങ്കിൽ റീ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ്. അപ്പോൾ നാളെ റീഷെഡ്യൂൾ ചെയ്യാൻ കഴിയും എന്നൊക്കെ ഇവരുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വ്യോമപാതകൾ തുറന്നു വരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ക്യാൻസൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള വിമാനങ്ങളൊക്കെ റീ ഓപ്പറേറ്റ് ചെയ്യാൻ, പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിയും എന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് മറുപടിയായി ലഭിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇന്ന് രാവിലെ പുറപ്പെടേണ്ടതും ഇന്ന് വൈകിട്ട് വരെ പുറപ്പെടേണ്ടതുമായിട്ടുള്ള സർവീസുകൾ നിലവിൽ ക്യാൻസൽ ചെയ്തു എന്ന് തന്നെയാണ് ഇവർക്ക് ഇവിടെ എത്തി ഇവർ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി എന്തായാലും ഉള്ളത്. ആ കാര്യങ്ങളാണ് പല യാത്രക്കാരും നേരത്തെ മംഗലാപുരത്തുനിന്ന് എത്ര സമയം ഇവിടത്തേക്ക് പോണ്ടേ? അബുദാബിയിലേക്ക്. ഇവിടെ എത്തിയതിനു ശേഷമാണോ അറിഞ്ഞത്? മെസ്സേജ് ഒന്നും വന്നിട്ട് ആർക്കും വന്നിട്ടാ. അത്തരത്തിലാണ് യാത്രക്കാർ പ്രതികരിക്കുന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് പലരും ഈ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അടിയന്തര സാഹചര്യമാണെങ്കിൽ പോലും സന്ദേശം യാത്രക്കാർക്ക് കൃത്യമായി നൽകാൻ കഴിയണം എന്നതാണ് പ്രധാനമായും യാത്രക്കാർ ഇവിടെ എത്തിയതിനു ശേഷം പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ 12 സർവീസുകൾ കണ്ണൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 12 ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള 12 സർവീസുകളാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. അത് ഈ വ്യോമ പാത തുറക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റീഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും, അത് റീ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ കമ്പനികളുടെ ഭാഗമായിട്ട് ഓഫീസിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്, അതിൻ്റെ സമയം എപ്പോഴായിരിക്കും അത് റീഷെഡ്യൂൾ ചെയ്യുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ രാവിലെ യാത്രക്കായി എത്തിയിട്ടുള്ള യാത്രക്കാരൊക്കെ അവർ ആശങ്കയോടെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി വിമാന കമ്പനികളുടെ ഓഫീസിലേക്ക് എത്തുകയും അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്ന് വൈകിട്ടും മസ്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ വിടുന്നുണ്ട്. അതും റദ്ദാക്കിയിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. റീഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂർ എയർപോർട്ടിൽ ചേർന്നത്. ഇതിനിടയിൽ രേഖാ ഷാജി എന്നോട് ചോദ്യം ചോദിക്കുക, എസ് കെ ഇന്നലത്തെ ക്ഷീണമുണ്ടല്ലേ? അപ്പോൾ ഇന്നലെ പ്രൈം ടൈം വിത്ത് എസ് കെ എന്നൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് അക്രമമുണ്ടായി എന്ന വാർത്ത വരുന്നു. പിന്നീട് ആ വാർത്തയ്ക്ക് പിന്നാലെ നമ്മൾ കുറച്ചു നേരം നിന്നു. അപ്പോൾ ഒരുപാട് വൈകിപ്പോയി കടന്നു, ക്ഷീണം മുഖത്തറിയുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കൊച്ചിയിലേക്കാണ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കാണ് പോകുന്നത്. സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. അവിടെ ഏതൊക്കെ വിമാനങ്ങളാണ് റീഷെഡ്യൂൾ ചെയ്യുകയോ റദ്ദ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത്? സമീർ, ഒരുപാട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായോ? വ്യോമഗതാഗതം താറുമാറായി. ഇപ്പോൾ ഖത്തർ വ്യോമ പാത ഖത്തർ അടച്ചിരുന്നു, പക്ഷേ അത് വീണ്ടും തുറന്നു. അപ്പോൾ ഈ വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വ്യോമപാത അടക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. കരിപ്പൂർ എയർപോർട്ടിലും അത്തരത്തിൽ യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് 5 അന്തർദേശീയ സർവീസുകൾ റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. ഈ 5 എണ്ണവും അത് എയർ ഇന്ത്യ സർവീസ് നടത്തുന്ന 5 സർവീസുകളാണ്
ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിഗോ എയർവേസിൻ്റെ സർവീസ് നടത്തുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു സർവീസും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 8:50 ദോഹയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസാണ് ഒന്ന്. അതുപോലെ തന്നെ 8:50 തന്നെ പുറപ്പെടേണ്ട ജിദ്ദയിലേക്ക് പുറപ്പെടേണ്ട സർവീസും ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കൂടാതെ റാസൽ ഖൈമയിലേക്കും ബഹ്റൈനിലേക്കും പുറപ്പെടേണ്ട സർവീസുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. കൂടാതെയാണ് ഇൻഡിഗോ എയർവേസിൻ്റെ മുംബൈയിലേക്കുള്ള സർവീസും ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ ഏറെക്കുറെ ഇവിടുന്ന് പുറപ്പെടുന്ന മുഴുവൻ സർവീസുകളും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഏതാനും സർവീസുകൾ ഡിലേ ആവുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തിഹാദ് എയർവേസിൻ്റെ സർവീസ്, അതുപോലെ തന്നെ ഖത്തർ എയർവേസിൻ്റെ സർവീസും കൂടാതെ എയർ അറേബ്യ, ഫ്ലൈനാസ് എന്നിവയുടെ സർവീസുകളാണ് ഇപ്പോൾ ഡിലേ ആയിരിക്കുന്നത്. അത് വൈകാതെ തന്നെ പുനരാരംഭിക്കാൻ കഴിയും. അത് എത്രമാത്രം വൈകും എന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വൈകാതെ തന്നെ ഈ വ്യോമപാത സർവീസ് ആരംഭിക്കുന്നതോടുകൂടെ ഈ സർവീസുകളെല്ലാം തന്നെ പുനരാരംഭിക്കാൻ കഴിയും എന്നൊരു അറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. ഇവർക്ക് മെയിൽ മുഖാന്തരവും അതുപോലെ തന്നെ ഫോൺ മുഖാന്തരവും ഈ ക്യാൻസൽ ചെയ്ത ഫ്ലൈറ്റുകളിലേക്ക് ചാർട്ട് ചെയ്യപ്പെട്ട യാത്രക്കാർക്കെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ടിലേക്ക് വരേണ്ടതില്ല, അതിൻ്റെ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും, അതനുസരിച്ച് അതിന് നടപടി ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൃത്യസമയത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ആശ്വാസം നൽകുന്നു. ഏതായാലും വ്യോമപാത വളരെ വേഗത്തിൽ തുറക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് യാത്രക്കാരുള്ളത്. SK. ഓക്കെ, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. KR രജനി SK ഇന്ന് വല്ലാത്തൊരു ടെൻഷൻ ഉള്ളതുപോലെ ഉണ്ടല്ലോ. താങ്കളുടെ ചിരിച്ച മുഖം കാണുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. രജനി, എനിക്ക് കാര്യം മനസ്സിലാവും, പക്ഷേ അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗൾഫ് നാടുകളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകളൊന്നും മനസ്സിനെ അത്ര സുഖകരമാക്കുന്നതല്ല. ഒന്ന്. രണ്ട്, എല്ലാ വാർത്തകളും ചിലപ്പോൾ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ പുറത്തു വിടുന്നതിനേക്കാളും രൂക്ഷമായ സാഹചര്യമായിരിക്കും നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും ടെൻഷൻ നിറഞ്ഞ സാഹചര്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ ആർത്ത് ചിരിക്കാൻ കഴിയുക? അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇനി കൊച്ചിയിലേക്ക് യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് യാത്രയെ ബാധിക്കാൻ സാധ്യതയുള്ള ഫ്ലൈറ്റുകളുടെ പട്ടിക കൊച്ചി എയർപോർട്ട് അതോറിറ്റി സിയാൽ പുറത്തിറക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? കൂടുതൽ യാത്രക്കാർ കൊച്ചിയിലെത്തിയിട്ടുണ്ടോ വിമാനത്താവളത്തിൽ? വെരി ഗുഡ് മോർണിംഗ് SK. ഏതായാലും ഇന്നലത്തെ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. ഖത്തറിന്റെ എയർ സ്പേസിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് വ്യോമപാത ഖത്തർ ഭരണകൂടം അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ലോകത്തുള്ള വിവിധങ്ങളായിട്ടുള്ള എയർപോർട്ടുകളിൽ അവരുടെ ഫ്ലൈറ്റുകളെല്ലാം റദ്ദ് ചെയ്യുന്ന അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ദോഹയിലേക്ക് ഉണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് ഇന്നലെ അടിയന്തരമായിട്ട് റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എയർ ഇന്ത്യയുടെ മസ്കറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഫ്ലൈറ്റ് വഴിതിരിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ ഈ ഒരു യാത്ര പ്രതീക്ഷിച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയവർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ഇന്ന് രാവിലെ ഖത്തർ എയർവേസിന്റെ ഒരു ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നും പുറപ്പെടേണ്ടതായിരുന്നു. അത് ഇന്നലെ തന്നെ റദ്ദാക്കിയതിനാൽ മുൻകൂട്ടി തന്നെ യാത്രക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനാൽ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേരിടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സിയാലിന്റെ ഭാഗത്ത് നിന്ന് 17 എയർവേസുകളുടെ പ്ലെയിനുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് റദ്ദാക്കുവാനോ വഴിതിരിച്ചു വിടുവാനോ അല്ലെങ്കിൽ ഡിലേ ആകുവാനോ യാത്ര കുറച്ച് വൈകുവാനോ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്ന് കണക്കാക്കി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അവർ മുൻകരുതൽ എടുക്കുവാൻ വേണ്ടിയിട്ട് പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പ്ലെയിനുകളുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കുവാൻ വേണ്ടി സിയാലിന്റെ വെബ്സൈറ്റുകൾ യാത്രക്കാർ പരിശോധിക്കണമെന്നും സിയാലിന്റെ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾ അത്ര ഗുരുതരമായിട്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്ലെയിനുകൾ കൂടുതലായി റദ്ദാക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ഇന്നലെ അടിയന്തരമായിട്ടൊരു SK. ഓക്കെ, അമൽ സുരേന്ദ്രനാണ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട യാത്രക്കാരോട് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എയർപോർട്ടിൽ വിളിച്ച് ചോദിച്ച ശേഷം മാത്രമേ കേരളത്തിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഈ വ്യോമഗതാഗതം താറുമാറായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഖത്തർ വ്യോമപാത തുറന്നു എങ്കിൽ പോലും ഈ ആശങ്ക പരക്കുന്ന സാഹചര്യത്തിൽ പല വിമാന കമ്പനികളും അവരുടെ സർവീസുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. വിളിച്ച് ചോദിച്ച ശേഷം മാത്രം പോവുക. അതുപോലെ ചില പ്രേക്ഷകർ പറയുന്നു, ഇന്നലെ രാത്രി നമ്മളെ അവർ ശ്രദ്ധിച്ചു. കാരണം കേരളത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഗൾഫ് നാടുകളുമായിട്ടുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. നമുക്കറിയാം, അവിടെ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന നമ്മുടെ മലയാളി പ്രവാസികളുടെ സുരക്ഷയ്ക്ക് ചെറിയൊരു ഇലയനക്കം ഉണ്ടായാൽ പോലും നമ്മുടെ നാട്ടിൽ ടെൻഷൻ അടിക്കാൻ ലക്ഷങ്ങളുണ്ടാകും. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഇന്നലെ രാത്രി വൈകിയും ഏറ്റവും അവസാന അപ്ഡേറ്റുകളുമായി നമ്മൾ പ്രേക്ഷകരെ സമീപിച്ചത്. ഒരുപാട് മലയാളികൾ, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലേക്ക് ആളുകൾ പോയിട്ടുള്ള വീടുകളിലൊക്കെ തന്നെ ആളുകൾ ഉറക്കമുളച്ചിരുന്ന ഈ വാർത്തകൾ കണ്ടു എന്ന് നമുക്കറിയാം. നിങ്ങളുടെ മനസ്സ് നമുക്ക് ശരിക്കും വായിക്കാൻ കഴിയും. നമുക്കും ഗൾഫ് നാടുകളുമായി വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് അത് കൂടുതൽ തിരിച്ചറിയാൻ കഴിഞ്ഞു.